നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ നടി വിൻസിയുടെ പരാതിയിൽ ICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾക്കൊരുങ്ങി ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. റിപ്പോർട്ട് ലഭിച്ച ശേഷം മോണിറ്ററിംഗ് കമ്മിറ്റി ചേരും. വിവിധ സിനിമാ സംഘടനകളുടെ പ്രതിനിധികൾ ചേർന്നതാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി. രേഷ്മ ബാബു ചേരുന്ന വിവരങ്ങളുമായി. രേഷ്മ, കഴിഞ്ഞ ദിവസം വിൻസിയുടെ പരാതിയിൽ ICC മൊഴിയെടുത്തിരുന്നു. ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് വിവരങ്ങൾ തേടിയിരുന്നു. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക? പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ നടന്മാർക്കെതിരെയുള്ള പരാതികൾ വരുമ്പോൾ അതെങ്ങനെ കൈകാര്യം ചെയ്യപ്പെടുന്നു എന്നുള്ള മുൻ സാഹചര്യങ്ങളൊക്കെയും ഇതിൻ്റെ ഭാഗമായി നിലനിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് പക്ഷേ മാതൃകാപരമാവുകയും വേണം. വിവരങ്ങൾ എന്താണ്? സെറ്റിൽ വെച്ചാണ് ഷൈൻ ടോം ചാക്കോ തന്നോട് മോശമായി പെരുമാറിയെന്നായിരുന്നു നടി വിൻസി അലോഷ്യസിന്റെ പരാതി. ഈ പരാതിയുടെ ഭാഗമായിട്ട് ഇന്നലെ ഇതേ സിനിമയുടെ ICC, അതായത് ഇന്റേണൽ കംപ്ലയിൻസ് കമ്മിറ്റി യോഗം ചേർന്നുകൊണ്ട് ഷൈൻ ടോം ചാക്കോയുടെയും അതോടൊപ്പം തന്നെ നടി വിൻസി അലോഷ്യസിന്റെയും മൊഴികൾ രേഖപ്പെടുത്തിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെയും മൊഴികളാണ് ഇനി നിർണായകമാകുവാൻ പോവുക. ICCയുടെ യോഗം അല്ലെങ്കിൽ സിറ്റിംഗ് ചേർന്ന അതേ സമയത്ത് തന്നെയാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയും ആ യോഗം ചേർന്നത്. പക്ഷേ സാധാരണ നിലയിലുള്ള യോഗമാണെന്നും ICCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അനുബന്ധ നടപടികൾ സ്വീകരിക്കൂ എന്നാണ് ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയിലെ ഭാരവാഹികൾ, അതായത് 7ഓളം സിനിമാ സംഘടനകളുടെ പ്രതിനിധികളാണ് ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയിലുള്ളത്. ഇവർ നിലവിൽ പറഞ്ഞിട്ടുള്ളത് ICCയുടെ റിപ്പോർട്ട് ലഭിക്കട്ടെ, അതിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. എന്തായാലും ഷൈൻ ടോം ചാക്കോയുടെയും വിൻസിയുടെ മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരുമിച്ച് ഇവരെ ഇരുത്തിക്കൊണ്ടും വെവ്വേറെ ഇരുത്തിക്കൊണ്ടുമാണ് മൊഴികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിലവിൽ ICCയുടെയും ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെയും നടപടികളിൽ തൃപ്തിയുണ്ടെന്നാണ് വിൻസി അലോഷ്യസ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ട വേളയിൽ പ്രതികരിച്ചിട്ടുള്ളത്. എന്തായാലും സമാന്തരമായിട്ട് തന്നെ സിനിമാ സംഘടനകൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ അന്വേഷണം നടത്തുന്നുണ്ട്, നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ICC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഫിലിം ചേംബർ മോണിറ്ററിംഗ് കമ്മിറ്റി തീരുമാനമെടുക്കും. അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും തുടർ നടപടികൾ താരസംഘടനയായിട്ടുള്ള അമ്മയും സ്വീകരിക്കുക. പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നുണ്ട്. നിലവിൽ FIR ഇട്ടിരിക്കുന്നത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. നിലവിൽ സ്റ്റേഷൻ ജാമ്യത്തിലുമാണ് ഷൈൻ ടോം ചാക്കോ ഉള്ളത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ട വേളയിൽ അദ്ദേഹം പ്രതികരിച്ചിട്ടൊന്നുമില്ല. എന്തായാലും നിലവിൽ കഴിഞ്ഞ ദിവസം പുട്ടവിമലാദിത്യ, അതായത് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് സ്ഥിരമായിട്ട് ലഹരി ഉപയോഗിക്കുന്ന ആളാണ് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ എന്ന് തെളിയിക്കുവാൻ തക്ക തെളിവുകൾ നിലവിൽ ലഭിച്ചിട്ടില്ല. രാസലഹരി പരിശോധനയുടെ അതിന്റെ ഫലമടക്കം ലഭിക്കേണ്ടതുണ്ട്. അതിനനുസൃതമായിട്ട് തന്നെയായിരിക്കും തുടർ നീക്കങ്ങളും നടപടികളും മുന്നോട്ട് പോകുക എന്നുള്ളതാണ് നിലവിൽ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലും അതിനനുസൃതമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് പോലീസിന്റെ തീരുമാനം. എന്തായാലും സിനിമാ സംഘടനകളുടെ അന്വേഷണവും നടപടികളും പുരോഗമിക്കുകയാണ്. ഇനിയുള്ളത് ICCയുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ എങ്ങനെയായിരിക്കും ഷൈൻ ടോം ചാക്കോയുടെ നിലവിലെ കാര്യങ്ങളൊക്കെ തന്നെ പറയുക. അതിനനുസൃതമായിട്ട് മോണിറ്ററിംഗ് കമ്മിറ്റി യോഗം ചേരുക തന്നെ ചെയ്യും. കഴിഞ്ഞ ദിവസമാണ് വനിതാ ശിശുവികസന വകുപ്പ് മോണിറ്ററിംഗ് കമ്മിറ്റിക്ക്, അതായത് ഫിലിം ചേംബറിന് ഒരു നോട്ടീസ് അയച്ചത്. എന്ത് നടപടിയാണ് വിൻസി അലോഷ്യസിന്റെ പരാതിന്മേൽ സ്വീകരിച്ചത്, ഇതടക്കമുള്ള കാര്യങ്ങൾ രേഖാമൂലം തന്നെ ഫിലിം ചേംബറും നൽകേണ്ടതുണ്ട്. എന്തായാലും തുടർ നടപടികളാണ് ഇനി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ സിനിമാ സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുക. വീണ. ഓക്കെ, ശരി രേഷ്മ.